കോൺഗ്രസ് രാഷ്ട്രീയം BJP-ആയി മാറുന്ന വടക്കേ ഇന്ത്യൻ കാഴ്ച കേരളത്തിലേക്ക് എത്തുന്നു. അടുത്ത ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് BJP-ക്ക് രണ്ടക്ക സംഖ്യ ഉണ്ടാകുമെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവന കോൺഗ്രസ് MP-മാരെ ലക്ഷ്യം വച്ചാണെന്ന് ഏതാണ്ട് വ്യക്തമാകുന്ന കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയാത്തത് അഭിമാന പ്രശ്നമായി കണ്ടിരിക്കുകയാണ് BJP. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ പോലും BJP-യുടെ കൈപ്പിടിയിലായി. തെക്കേ ഇന്ത്യയിൽ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ചെറുതല്ലാത്ത സ്വാധീനമുറപ്പിക്കാനെങ്കിലും BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർണാടകത്തിൽ ഭരണം പിടിക്കാനും കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ നിയമസഭയിലോ ലോക്സഭയിലോ ഒരാളെ പോലും വിജയിപ്പിക്കാൻ BJP-ക്ക് കഴിയുന്നില്ല. നിലവിലുള്ള രീതിയിൽ കേരളത്തിൽ കാലുറപ്പിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാൻ BJP വലിയ ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നത്. അതിന് ഉപയോഗിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ്. അടുത്ത തവണ കൂടി കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ MP-മാർ വരിവരിയായി BJP-യിലേക്ക് പോകാനാണ് സാധ്യത. അതാണ് ഇന്ന് പത്മജ വേണുഗോപാലും പറഞ്ഞത്. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടുന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേ. അല്ല, അത് പ്രചോദനമാവണ്ട, അവരിപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ. ഇത് തന്നെയാണ് കഴിഞ്ഞ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും. കേരളത്തിൽ നിന്ന് BJP-യുടെ MP-മാർ രണ്ടക്കം കടക്കുമെന്ന്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും. 2019 में केरला ने BJP NDA को डबल डिजिट में वोट दिया था. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. BJP-യുടെ സ്വന്തം സ്ഥാനാർത്ഥികളായി നിന്നാൽ കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരെയും RSPക്കാരനെയും പരമാവധി ജയിപ്പിച്ച് കൂട്ടത്തോടെ കാലുമാറ്റി BJP-യിൽ എത്തിക്കാനാണ് RSSന്റെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ രാഷ്ട്രീയ കളികളായിരിക്കും. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.